ഇങ്ങനെ ഷിർക്ക് ആരോപിക്കുന്ന ഞങ്ങളുടെ പുറകിൽ നിന്ന് നിസ്കരിക്കാൻ ഇന്ന് അസറിനും മഗ്‌രിബിനും ഒക്കെ ധാരാളം മുജാഹിദ് പ്രവർത്തകരുണ്ടായിരുന്നു. ഏറ്റവും വലിയ പൊറുക്കൂലാത്ത ഈ പാപമാണെങ്കിൽ എന്തിന് നിങ്ങൾ അതിന്റെ പുറകിലേക്ക് പറഞ്ഞു വിട്ടു എന്നും നിങ്ങൾ എന്തുകൊണ്ട് പ്രത്യേകം ഇവിടെ നിസ്കരിച്ചില്ല എന്നും ഷിർക്ക് ഒരിക്കലും അല്ല പൊറുക്കൂല എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ പുറകിൽ നിസ്കരിക്കാൻ വേണ്ടി നിങ്ങൾ വിട്ടു എന്നതിനും അവിടുന്ന് മറുപടി പറയണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് സംബന്ധിച്ചിടത്തോളം പിന്നെ ഞങ്ങളിപ്പോ റസൂലുള്ള കഅബ ഖിബലയായി പടച്ചതമ്പുരാൻ നിശ്ചയിച്ചു കൊടുത്തു. കഅബ ഖിബലയായി നിശ്ചയിച്ചു കൊടുക്കുമ്പോൾ ആ കാലത്ത് കഅബയിൽ 300 ചില്ലാനം ബിംബങ്ങളുണ്ട്. ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാ ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർളാഹാ ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം എന്നാണ് വിശുദ്ധ ഖുർആനിന്റെ കൽപ്പന. അല്ലാഹു റസൂലുള്ളയെ സംബന്ധിച്ച് നീ നിന്റെ മുഖം ആകാശത്തിലേക്ക് തിരിച്ചു നിർത്തുന്നത് നാം കാണാറുണ്ട്. അതുകൊണ്ട് നീ ഇഷ്ടപ്പെട്ട ആ ഖിബലയുടെ നേരെ നീ തിരിഞ്ഞ് നമസ്കരിക്കുക, കഅബ നിനക്ക് ഖിബലയായി നിശ്ചയിച്ചിരിക്കുന്നു എന്ന കൽപ്പന വരുമ്പോ റസൂലുള്ള ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് കഅബയുടെ നേരെ തിരിഞ്ഞ് നമസ്കരിക്കാൻ തുടങ്ങി. അന്ന് കഅബന്റെ ഉള്ളിൽ 300 ചില്ലാനം ബിംബങ്ങളാ. എന്നിട്ട് ഈ ബിംബാരാധനയെ എതിർക്കുന്ന നിങ്ങൾ ഇതുവരെ ബൈത്തുൽ മുഖദ്ദസിന്റെ നേരെ തിരിഞ്ഞ് നമസ്കരിച്ചു. ഇപ്പൊ ഇതാ നിങ്ങൾ കഅബയുടെ നേരെ തിരിഞ്ഞ് നമസ്കരിക്കുന്നു. ബിംബാരാധനയെ എതിർക്കുന്ന നിങ്ങൾ ബിംബങ്ങൾ നാട്ടിവെച്ച കഅബക്ക് നേരെയല്ലേ തിരിഞ്ഞ് നമസ്കരിക്കുന്നത്? സയഖൂലു സുഫഹാഉ മിനൻ നാസി മാ വല്ലാഹും അൻ ഖിബ്ലതിഹിം അല്ലതി കാനൂ അലൈഹാ. വിവരമില്ലാത്ത ആളുകൾ ചോദിക്കുന്നു. എന്താ അവർ ചോദിക്കുന്നത്? മാ വല്ലാഹും അൻ ഖിബ്ലതിഹിം അല്ലതി കാനൂ അലൈഹാ. നിങ്ങൾ ഇതുവരെ ഏതൊരു ഖിബലയുടെ നേരെയാണോ തിരിഞ്ഞ് നമസ്കരിച്ചിരുന്നത് അത് ഉപേക്ഷിച്ചുകൊണ്ട് മറ്റൊരു ഖിബലയുടെ നേരെ നിങ്ങൾ ഇപ്പോൾ തിരിയാനുള്ള കാരണമെന്ത് എന്നാണ് അവർ ചോദിക്കുന്നത്. വിശുദ്ധ ഖുർആനല്ലേ എടുത്തു പറഞ്ഞത്? എന്നാൽ അതിന് മറുപടി പറയാൻ അല്ലാഹു കൽപ്പിച്ചു. ഞാൻ സൂചിപ്പിക്കുന്നത് നമസ്കരിക്കുന്ന ഒരാളുടെ മനസ്സിലുള്ള എന്തെങ്കിലും ചിന്തയോ അയാളുടെ മനസ്സിനുള്ളിലുള്ള എന്തെങ്കിലും വിചാരങ്ങളോ അഥവാ അതുപോലെ അയാളുടെ വിശ്വാസത്തിലോ മറ്റു കാര്യങ്ങളിലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അയാളെ ബാധിക്കുന്നു, അയാളുടെ നമസ്കാരത്തെ ബാധിക്കുന്നു, അയാളുടെ കർമ്മത്തെ ബാധിക്കുന്നു, അയാളുടെ ജീവിതത്തെ ബാധിക്കുന്നു, അയാളുടെ പരലോകത്തെ ബാധിക്കുന്നു എന്നതല്ലാതെ പിന്നിൽ നമസ്കരിക്കുന്നവന്റെ നമസ്കാരത്തെ അത് ബാധിക്കുകയില്ല. നേരെ മറിച്ച് ഇമാമായി നിൽക്കുന്ന ആള് റുക്കൂഇന്റെ സ്ഥാനത്ത് സുജൂദ് ചെയ്താൽ, സുജൂദിന്റെ സ്ഥാനത്ത് കമിഴ്ന്ന് കിടക്കുകയാണെങ്കിൽ നിൽക്കുന്നതിന് പകരം മറ്റെന്തെങ്കിലും ചെയ്താൽ അത്തരത്തിലുള്ള ഒരാളെ തുടർന്ന് നമസ്കരിച്ചാൽ അയാൾ ചെയ്യുന്നത് പോലെ ചെയ്യേണ്ടി വരും. അത് റസൂലുള്ളാഹിന്റെ സുന്നത്തിനെതിരായും എതിരായിരിക്കും. അതേതായിരുന്നാലും ചെയ്യാൻ പാടില്ലതാനും. എന്നാൽ ഒരു തമാശ പറയാറുണ്ട് ഞങ്ങളുടെ നാട്ടിൽ. മുമ്പ് പള്ളിയിൽ നിന്ന് പഴയ കാലത്തെ സമ്പ്രദായം എങ്ങനെയാണല്ലോ, ഒരാളെ പിരിച്ചയക്കുമ്പോ അയാൾ പറഞ്ഞു, കമ്മിറ്റിക്കാരോട് പറഞ്ഞു, നിങ്ങൾ എനിക്ക് ശമ്പളം കുറച്ചതിന്റെ പേരിൽ ഞാൻ പണ്ട് ഇതുവരെ വുളുവില്ലാതെയാണ് നമസ്കരിച്ചിരുന്നതെന്ന് കമ്മിറ്റിക്കാരനോട് പറഞ്ഞു എന്നൊരു കഥ നാട്ടുകാർ പറയാറുണ്ട്. വുളുവില്ലാതെ ഞങ്ങൾക്ക് ഇമാമം നിസ്കരിച്ചതെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അയാളുടെ നിസ്കാരം സ്വീകരിക്കൂല എന്നുള്ളതല്ലാതെ മൗമൂമിങ്ങളായ കമ്മിറ്റിക്കാരുടെ നിസ്കാരത്തിന് വല്ല തകരാറും സംഭവിക്കോ? ഇല്ല. ഇതുപോലെയാണ് ഞങ്ങളുടെ വിശ്വാസത്തിന് തകരാറുണ്ട്. അങ്ങനത്തെ ഞങ്ങൾ എന്തിനു തുടർന്ന് നമസ്കരിക്കണം എന്ന് ചോദിച്ചാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തുടർന്ന് നമസ്കരിക്കേണ്ടതിന് മതപരമായ ചില നിർദ്ദേശങ്ങളുണ്ട്. ആ നിർദ്ദേശങ്ങൾ അനുസരിക്കുന്നു എന്നതല്ലാതെ അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുവാൻ ഞങ്ങൾ തയ്യാറില്ല. ഏതെങ്കിലും ഒരാള് ഞാൻ ശിർക്ക് ചെയ്യുന്നു, ഞാൻ ശിർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും, ഞാൻ ശിർക്ക് ചെയ്യുന്നവനാണ് എന്ന് പ്രഖ്യാപിക്കുന്നുവെങ്കിൽ, ശിർക്ക് ചെയ്യുന്നു എന്ന് പ്രഖ്യാപിക്കുന്നുവെങ്കിൽ, താനൊരു ശിർക്കനാണെന്ന് പ്രഖ്യാപിക്കുന്നുവെങ്കിൽ അയാളെ തുടർന്നുകൊണ്ട് നമസ്കരിക്കില്ല. അത്തരക്കാരായ ആളുകളെ തന്നെ തുടർന്ന് നമസ്കരിക്കേണ്ട ആവശ്യം മറ്റുള്ള ആളുകൾക്ക് ഇല്ല എന്നേ അതിനെപ്പറ്റി പറയാനുള്ളൂ. എനിക്കറിയാം മുജാഹിദ് പ്രസ്ഥാനത്തിൽ അംഗങ്ങളല്ലാത്ത, അതിന്റെ പ്രവർത്തകന്മാരല്ലാത്ത അനവധി ആളുകൾ ശിർക്ക് ചെയ്യാത്തവരുണ്ട്. ശിർക്കായ കാര്യങ്ങൾ അറിവില്ലായ്മയുടെ പേരിൽ ചെയ്യുന്നവരുണ്ട്. അത് ശരിയാണെന്ന് ധരിച്ചു ചെയ്യുന്നവരുണ്ട്. അത്തരക്കാരായ ആളുകളെ എല്ലാവരെയും ഒരേ ഇനത്തിലല്ല, ഒരേ ഗണത്തിലല്ല ഉൾപ്പെടുത്തുക. ഒരാൾ മറ്റൊരുത്തന്റെ ചെരുപ്പ് കാലിലിട്ടുകൊണ്ട് നടന്നു പോയാൽ അത് മാറി അബദ്ധത്തിൽ ധരിച്ചു പോയാലും കട്ടുകൊണ്ടുപോയാലും അപരന്റെ ചെരുപ്പാണ് തന്റെ കാലിലുള്ളത് എന്നത് ശരിയാണ്. എന്നാൽ മോഷ്ടാവിനെയും അബദ്ധത്തിൽ മാറി
മാറിയിട്ടവനെയും ഒരുപോലെ കാണാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. എന്റെ സുഹൃത്തുക്കളായ, എനിക്ക് വ്യക്തിബന്ധമുള്ള നിരവധി മുസ്ലിയാക്കന്മാര്, സുന്നി സുഹൃത്തുക്കള്, ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നവർ ധാരാളമുണ്ട്. ഞങ്ങളെ തുടർന്ന് നമസ്കരിക്കാറുണ്ട്, ഞങ്ങൾ അവരെ തുടർന്ന് നമസ്കരിക്കാറുണ്ട്. ഈ കഴിഞ്ഞ 3 വെള്ളിയാഴ്ച മുമ്പ് എനിക്കറിയാം, ഒരു സുന്നി മഹല്ലിന്റെ സെക്രട്ടറിയും വേറെ ഒരു പ്രധാനപ്പെട്ട സുന്നി പ്രവർത്തകനും ഞാനും, ഞങ്ങൾ 3 പേരും കൂടി ഒരു കാര്യത്തിനു വേണ്ടി ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ, അവിടെ വെള്ളിയാഴ്ച ദിവസം ജുമയോട് അടുത്ത സമയമായപ്പോൾ ഞാൻ പറഞ്ഞു, ഇതിന് തൊട്ടടുത്ത് പള്ളിയുണ്ട്, എന്റെ കൂടെ പള്ളിയിലേക്ക് വന്നാൽ ജുമാക്ക് വന്ന് നിങ്ങൾക്ക് വല്ലതും കേട്ടു പഠിച്ചു പോകാം. നിങ്ങളുടെ പള്ളിയിലേക്ക് ഞാൻ വന്നാൽ നിങ്ങൾക്ക് ഏതായിരുന്നാലും അറബി അറിയില്ല, എനിക്ക് വേണമെങ്കിൽ ഖതീബ് വായിക്കുന്നത് എന്താണെന്ന് ശ്രദ്ധിച്ച് കേട്ടാൽ മനസ്സിലാവും. എന്നാൽ നിങ്ങൾ എന്റെ കൂടെ വന്നേക്കൂ എന്ന് പറഞ്ഞപ്പോൾ ഇരുവരും പറഞ്ഞു, ഒരു പള്ളി കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ്, എന്നിട്ട് പോലും ഞങ്ങൾക്ക് അതിനൊന്നും വിരോധമല്ല മൗലവി, എന്നാൽ അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞ് എന്റെ കൂടെ ഞങ്ങളുടെ പള്ളിയിൽ വന്ന് ജുമായിൽ പങ്കെടുത്ത്, അതേപോലെ തന്നെ സ്ത്രീകൾ പങ്കെടുക്കുന്ന പള്ളിയാണ്, ആ ജമാഅത്തിൽ ജുമായിൽ പങ്കെടുത്ത് ഖുത്ബ കേട്ട് നമസ്കാരം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോന്നു. ഇങ്ങനത്തെ ഞങ്ങളെ തുടർന്ന് നമസ്കരിക്കുന്നവരുണ്ട്, അതുപോലുള്ള ആളുകളെ ഞങ്ങൾ തുടർന്ന് നമസ്കരിക്കാറുണ്ട്. പക്ഷെ ഒരാൾ വ്യക്തമായിട്ട് ഞാൻ മുശ്രിക്കാന്ന് ഒരുത്തം വാദിക്കാന്ന് വിചാരിക്കുക, ഞാൻ മുശ്രിക്ക് തന്നെയാണ്, ഞാൻ ശിർക്കേ ചെയ്യുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ അങ്ങനത്തെ ആളുകളെ തുടർന്ന് നമസ്കരിക്കേണ്ട ഒരു ആവശ്യം ഞങ്ങൾക്കില്ല, അതിന് പോവാറില്ല. അതല്ലാത്ത നിലക്ക് ഇവിടെ പള്ളിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോവും. അങ്ങനെ ഒരു അയിത്തം കൽപ്പിച്ചുകൊണ്ട് വേർതിരിച്ചു നിർത്തുന്ന പ്രവൃത്തിയില്ല. ഞങ്ങളെ പറ്റി തെറ്റിദ്ധാരണ ഉണ്ടാവരുത്. ഞങ്ങൾ ഒരാളെയും മുശ്രിക്കാക്കുന്നില്ല, ഒരാളെയും ശിർക്കിലേക്ക് നയിക്കുന്നില്ല. മറിച്ച് മുസ്ലിം സമൂഹത്തിന്റെ വിശ്വാസത്തിൽ ശിർക്കായ കാര്യങ്ങൾ പ്രചരിച്ചിട്ടുള്ളത് നിങ്ങൾ ഉപേക്ഷിക്കണം എന്നവരോട് പറയുക മാത്രമാണ് ഞങ്ങൾ ചെയ്യുന്നത്. ശിർക്കിൽ നിന്ന് അവരെ രക്ഷിക്കുകയാണ്, അവരെ ശിർക്കിലേക്ക് ക്ഷണിക്കുകയല്ല, ശിർക്ക് അവർക്കിടയിൽ പ്രചരിപ്പിക്കുകയല്ല, അവരെ മുശ്രിക്കാക്കുകയല്ല ഞങ്ങൾ ചെയ്യുന്നത്. മറിച്ച് ശിർക്കിൽ നിന്ന് അവരെ മോചിപ്പിക്കുക മാത്രമാണ് ഞങ്ങൾ ചെയ്യുന്നത്. അടുത്ത ചോദ്യം.